بسم الله الرحمن الرحيم. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1218 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 58 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ ഐമുല സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن ونسجد لما تأمرنا وزادهم نفورا. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 58 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിലെ നമ്മൾ വായിച്ചു വെച്ച ഈ 60-ാമത്തെ ആയത്ത് സജദത്തു തിലാവത്ത് അനിവാര്യമായ ഒരു ആയത്താണ്. സുജൂദിന് സൗകര്യമുള്ളവർക്ക് ഇത് കേൾക്കുമ്പോഴോ പാരായണം ചെയ്യുമ്പോഴൊക്കെ അത് നിർവഹിക്കാവുന്നതാണ്. അത് ഇരുന്ന ഇരുത്തത്തിലോ അല്ലെങ്കിൽ ഉള്ള പൊസിഷനിൽ സുജൂദ് നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനായിട്ട് സന്തോഷ വൃത്താന്തം നൽകുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ട് മാത്രമാണ് നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത്. ആരെയും സത്യമാർഗത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുവാനോ അങ്ങനെ വരാതിരിക്കുന്നതിന്റെ പേരിൽ ആളുകൾക്കെതിരിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ ഒന്നും അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരില് പ്രബോധിത സമൂഹത്തിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആരെങ്കിലും ഈ സത്യമാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള വഴി തേടുന്നുവെങ്കിൽ, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കുള്ള വഴി തേടുന്നുവെങ്കിൽ അതാണ് എനിക്കുള്ള പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ അല്ലാഹു നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് ആവശ്യപ്പെടുന്നത്. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന. അതുപോലെ പറയുക ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ
ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും തേടിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തുകയാണ്. ഈ ആയത്തുകളുടെ തുടർച്ചയായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിലായിട്ട്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. വതവക്കൽ, പ്രവാചകരെ താങ്കൾ എല്ലാം ബരമേൽപ്പിക്കുക, എല്ലാം തവക്കുൽ ചെയ്യുക. വതവക്കൽ അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ജീവത്തായവനായ, സാക്ഷാൽ ജീവത്തായവനായ അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുക. നശ്വരത ഇല്ലാത്ത, എപ്പോഴെങ്കിലും നശിച്ചു പോകും എന്ന വിധത്തിലുള്ള പ്രകൃതമുള്ള ഒരുവനല്ല, എന്നെന്നും നിലനിൽക്കുന്നു എന്ന പ്രത്യേകതയുള്ളവനാണ്. അങ്ങനെയുള്ള അൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കുകയില്ലാത്ത, മരണം എന്നൊരു സംഗതി ഒരിക്കലും അനുഭവിക്കേണ്ടതില്ലാത്ത, എന്നും ഹയ്യായ അള്ളാഹുവിൽ സകലതും അർപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. വതവക്കൽ അലൽ ഹയ്യ്, ഹയ്യ് എന്ന് പറഞ്ഞ ഹയാത്തുമായി ബന്ധമുള്ള ഒരു വാക്കാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നാണത്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു സ്റ്റേറ്റസേ ഉള്ളൂ, ഒരവസ്ഥയേ ഉള്ളൂ. മൃതാവസ്ഥ എന്ന ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ബാക്കി എല്ലാറ്റിനും ഉണ്മയെടുക്കുന്നതിന്റെ മുമ്പ് ഒരു സമയമുണ്ട്. ജീവൻ ഉള്ള അവസ്ഥയിൽ, പിറവിയെടുക്കുന്ന സമയത്തിന് മുമ്പ് ജീവൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നത് കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മൗത്ത് എന്ന അവസ്ഥ ഹയാത്ത് എന്ന അവസ്ഥക്ക് മുമ്പുള്ളതായിട്ടാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകത, അവൻ എന്നും ഹയ്യാണ്, എന്നും ഉണ്ട് എന്നതാണ് അവന്റെ പ്രത്യേകത. അവൻ മയ്യിത്ത് എന്ന അവസ്ഥയിൽ ഒരിക്കലും വരുന്നില്ല. തവക്കൽ അലൽ ഹയ്യ്, എന്നും ഹയ്യായവന്റെ മേൽ ബരമേൽപ്പിക്കുക. അള്ളാഹു അല്ലാത്ത മറ്റാരുടെ മേൽ ബരമേൽപ്പിച്ചാലും അത് മയ്യിത്താവാൻ, ഇല്ലാത്തവനായി മാറാൻ, മരണം പുൽകിയവനായി മാറാൻ സാധ്യതയുള്ള ഒരാളാണ്. അത് ചേതനമായാലും അചേതനമായാലും അതിനൊക്കെ ഒരു നാശം വരാനുണ്ട്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു റബ്ബി എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്ന കാണാം. അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും നശ്വരത എന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് നശിച്ചു പോകും എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയല്ല. അവനാണ് അൽ ഹയ്യ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നവനായിട്ടുള്ള ഒരേ ഒരു ശക്തി, അൽ ഹയ്യ്. ആ ശക്തി വിശേഷത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അല്ലദീ ലാ യമൂത്ത് എന്നാണ് തുടർന്ന് അള്ളാഹു ഇവിടെ പറയുന്നത്. നാശം അടയാൻ ഒരിക്കലും അവസരം ഉണ്ടാവുകയില്ലാത്തവൻ, മരണമില്ലാത്തവൻ, ഒരിക്കലും മരിക്കില്ലാത്തവൻ, അങ്ങനെയുള്ള ഒരേ ഒരുവൻ അത് അള്ളാഹു മാത്രമാണ്. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്ന വസബ്ബിഹ് ബിഹംദിഹി, എന്നിട്ട് അവനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അത് നിർവഹിക്കുമ്പോ, അതിന്റെ പൂർത്തീകരണം ഉണ്ടാകുമ്പോ, അതില് മുന്നേറ്റവും വിജയവും ഒക്കെ ഉണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം നൽകപ്പെടുന്നുണ്ട്. തസ്ബീഹ് ചെയ്യാനും ഹംദ് ചെയ്യാനും.
സൂറത്തു നസ്റിൽ നമുക്കിത് കാണാൻ കഴിയും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അപ്പൊ തസ്ബീഹ് ചെയ്യാൻ, അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക, അവനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. വസബ്ബിഹ് ബിഹംദിഹി, അല്ലാഹു മാത്രമാണ് സ്തുതി അർഹിക്കുന്നത്. കാരണം ആരെയും ആശ്രയിക്കാതെ എല്ലാം ചെയ്യാൻ കഴിയുന്ന, എല്ലാറ്റിനുമുള്ള ഖുദ്റത്തുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടുള്ള സഹായങ്ങളോ പിന്തുണയോ ഒക്കെ മാത്രമേ ചെയ്യാൻ കഴിയുന്നവരായിട്ടുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ അന്യൂനത എന്നൊരവസ്ഥയെ എടുത്തു കാണിക്കലാണ്, ഉയർത്തി കാണിക്കുകയും അത് ഏറ്റുപറയലുമാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അല്ലാത്തവരൊക്കെ ന്യൂനതയുള്ളവരാണ്, പോരായികകളുള്ളവരാണ്. അള്ളാഹു അങ്ങനെയല്ല. ഇതാണ് അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അള്ളാഹുവിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ന്യൂനതകളിൽ നിന്നും അതീതനാണ് എന്നതാണ്. പരിമിതികൾക്ക് അതീതനാണ്, പോരായികകൾക്ക് അതീതനാണ്. ബാക്കിയുള്ളവരൊക്കെ പോരായികകളും പരിമിതികളും ഉള്ളതാണ്. 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു സാധനം ഉയർത്താൻ കഴിയുന്ന ഒരാള് വലിയ കഴിവായിട്ടും പ്രാഗൽഭ്യമായിട്ടും ഒക്കെ അയാളുടെ കാര്യത്തിൽ അത് പറയാൻ സാധിച്ചെന്ന് വരും. എന്നാൽ അയാളും പരിമിതിയുള്ള ആളാണ്. 1500 2000 കിലോഗ്രാം ഭാരമുള്ള ഒരു സാധനം അയാൾക്ക് ഉയർത്താൻ കഴിയില്ല എന്നതാണ് 1000 കിലോഗ്രാം അയാൾക്ക് ഉയർത്താൻ കഴിയും എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ പരിമിതിയാണ് മനുഷ്യന്റെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. മനുഷ്യന്റെ മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത, അവരുടെ എല്ലാ ഖുദ്റത്തുകൾക്കും പരിമിതിയുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ഒരു അളവിലും പരിമാണത്തിലും മാത്രമാണ് അവർക്ക് ഏത് മേഖലയിലുമുള്ള സിദ്ധിയും കഴിവും ഒക്കെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് അവർ ദുർബലരാണ്, കഴിവില്ലാത്തവരാണ്. അവരെക്കാളും ശേഷിയും കരുത്തുമുള്ളവരുടെ മുന്നിൽ അവര് ദുർബലരായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അള്ളാഹു ആരുടെയും മുന്നിൽ ദുർബലനാവുകയില്ല. അള്ളാഹു ഏത് ന്യൂനതകളുടെയും പോരായികകളുടെയും കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും അതിനതീതനായിട്ട് ആ ന്യൂനതകളെ, ആ പോരായികകളെ അതിജയിച്ച് നിൽക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ഇനി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഒക്കെ കാര്യത്തില് അവരൊക്കെ ഒരു വ്യവസ്ഥക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പരിമിതികൾ ഉള്ള വിധത്തിൽ നിലകൊള്ളുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ അവസ്ഥ അങ്ങനെയല്ല. മറ്റുള്ളവർ ജീവൻ ഉള്ളവരായി മാറിയ ഒരു ഘട്ടമുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭവും ഉണ്ടാവും. അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഉമ്മ അവൻ ഹയ്യ് ആണ് എന്ന അവസ്ഥ അത് നിത്യതയുടേതാണ്. അതില് സമയം നിർണിതമായ ഒരു സംഗതിയല്ല, ഒരു അചലുള്ള വിധത്തിലല്ല അള്ളാഹുവിന്റെ അസ്തിത്വം. അതുകൊണ്ട് വസബ്ബിഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിന്റെ പരിമിതികളും ന്യൂനതകളും ഇല്ലാത്ത അവസ്ഥയെ വാഴ്ത്തുക എന്നാണ് അതിന്റെ സൂചന. ബിഹംദിഹി, അത് അവനെ സ്തുതിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം സ്തുതി അർഹിക്കുന്നത് അവന് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ അനർഹമായിട്ടാണ് സ്തുതി കീർത്തനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്. രാജാവിനെ സ്തുതിക്കുന്നവർ, അധികാരിയെ സ്തുതിക്കുന്നവർ, നേതാവിനെ സ്തുതിക്കുന്നവർ, ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരെ സ്തുതിക്കുന്നവർ, അതുപോലെ സൗന്ദര്യമുള്ള ആളുകളെ സ്തുതിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള സ്തുതി കീർത്തനങ്ങൾ ആളുകൾ
മറ്റു പലരിലും അർപ്പിക്കാറുണ്ട്. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഫാൻ എന്നൊക്കെ പറഞ്ഞു, ഫാൻസ്, പലരുടെയും ഫാൻസ് ആയി മാറാറുണ്ട്. സിനിമാ താരങ്ങളുടെ, അല്ലെങ്കിൽ കായിക താരങ്ങളുടെ ഒക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഇങ്ങനെയൊക്കെയുള്ള ഫാൻസ് ആയി മാറാറുണ്ട്. അവരെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവരെ പൊക്കിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ യഥാർത്ഥത്തില് അവരൊക്കെയും തന്നെ എല്ലാവിധത്തിലുമുള്ള പരിമിതികളുള്ള ആളുകളാണ്. സൂപ്പർമാൻ എന്നോ സൂപ്പർ വുമൺ എന്നൊക്കെ ഉള്ള വിധത്തില് ചിലര് മനുഷ്യ സമൂഹത്തില് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകും. പക്ഷെ അവരൊന്നും പരിമിതികളില്ലാത്തവരല്ല. അവരുടെ ഏത് കഴിവിന്റെ ഏത് ആസ്പെക്ട് എടുത്താലും അതില് നിർണിതമായ ഒരളവിലുള്ള കഴിവേ അവർക്കുള്ളൂ. അവരെക്കാൾ കഴിവുള്ള ആളുകൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടാവാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള വിധത്തിലാണ് അവരുടെ പരിമിതിയുള്ളത്. അതുകൊണ്ട് തന്നെ അവരാരും ഹംദ്, യഥാർത്ഥത്തിൽ തന്നെ ഹംദ് അർഹിക്കുന്നില്ല. വസബ്ബിഹ് ബിഹംദിഹി. അതിനാൽ പ്രവാചകരെ താങ്കൾ അവനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക, അവനെ വാഴ്ത്തുക. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. തന്റെ അടിമകളുടെ പാപങ്ങൾ അറിയുവാൻ അവൻ തനിച്ച് തന്നെ ധാരാളം മതിയായവനാണ്. തന്റെ അടിയാറുകളുടെ, തന്റെ ഇബാദുകളുടെ പോരായികകളും അവരുടെ തെറ്റുകുറ്റങ്ങളും സൂക്ഷ്മമായിട്ട് അവന് സ്വയം തന്നെ അറിയാൻ കഴിയുന്നു. അതാരും അവന്റെ അടുക്കൽ പോയി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവനറിയാം, അവന് സ്വയം തന്നെ തന്റെ ഇബാദുകളുടെ ദുനൂബുകൾ എന്തൊക്കെയാണ് എന്നത് അറിയാം. വകഫാ ബിഹി, അവൻ മതിയായവനായിരിക്കുന്നു. ബിദുനൂബി ഇബാദിഹി, തന്റെ ഇബാദിന്റെ, തന്റെ അടിയാറുകളുടെ ദുനൂബ്, പാപങ്ങളുടെ കാര്യത്തിൽ. ഖബീറ, അവ അറിയുന്നു, അല്ലെങ്കിൽ അവയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്ന കാര്യത്തില് അത് ധാരണ ഉണ്ടാകുന്നതിന് അവൻ മതിയായവനാണ്. അതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന് സ്വയം തന്നെ ഓരോരുത്തരുടെയും ദുനൂബുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാം. അവന്റെ ഔന്നത്യത്തിന്റെ ഭാഗമാണ് ഈ അറിവ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമ. ആരാണ് ഈ അള്ളാഹു? ആർക്കാണ് ഈ സ്തുതികീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും ഒക്കെ നൽകേണ്ടത്? അവൻ ഇതാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമ. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെ സകലതിനെയും ഫീ സിത്തത്തി അയ്യാം, 6 ദിനങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവനാണ് അവൻ. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സാകല്യം ഒന്നാകെയായിട്ടും അതിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായിട്ടാണ്. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു പരിമാണമാണ് ഈ 6 ദിവസങ്ങൾ എന്നത്. ഒരുപക്ഷെ അത് നമ്മൾ ഭൂമിയിൽ കണക്കാക്കുന്ന പോലെയുള്ള 6 ദിവസങ്ങളുടെ ദൈർഘ്യമാവാം. അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച സമയഘട്ടങ്ങളാവാം. ഇത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു എന്ന നിലക്ക് മാത്രമേ നമുക്ക് അതിനെ കാണേണ്ടതുള്ളൂ. ഈ പ്രപഞ്ച സംവിധാനത്തിനെ മുഴുവനായിട്ടും, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് 6 ഘട്ടങ്ങളിലായിട്ടാണ്. ആ അള്ളാഹുവിനെയാണ് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അങ്ങനെ 6 ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ 6 നാളുകളിലായിട്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ച അള്ളാഹു സുമ്മസ്തവ അലൽ അർശ്, അവന്റെ സിംഹാസനത്തില് ആരോഹിതനായി. ഇവിടെ അർശ് എന്നതും അതുപോലെ ഇസ്തവ എന്നതും ഉപവിഷ്ടനായി എന്ന
വിധത്തിൽ നമ്മൾ പറയാറുള്ള ഇസ്തിവ എന്ന് പറഞ്ഞാൽ സവാ ആയി എന്നാണ് അർത്ഥം. സമമായി, തുല്യമായി എന്നൊക്കെയാണ്. സിംഹാസനം ഒരുപാട് ഉയർന്ന ഒരു പ്രതലത്തിലും നമ്മൾ നിലത്തുവാണുള്ളതെങ്കിൽ അതിന് ഇസ്തിവ എന്ന് പറയാൻ കഴിയില്ല. സിംഹാസനമുള്ള അല്ലെങ്കിൽ നമ്മൾ ഇരിക്കേണ്ട കസേരയുള്ള ഒരു വിധാനത്തിലേക്ക്, ഒരു തലത്തിലേക്ക് നമ്മൾ അങ്ങ് ഉയർന്ന് രണ്ടും ഒരേ നിരപ്പിലായി കഴിഞ്ഞാൽ അതിനാണ് ഇസ്തിവ എന്ന് പറയുന്നത്. സമമാണ്, തുല്യമാണ്, ഒരേ ഉയരത്തിലാണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥസൂചന. അപ്പോ തുമ്മസ്തുവ അലൽ അർഷ്, പിന്നീട് അവൻ അർഷിൽ ഉപവിഷ്ടനായി. അർഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു പ്രയോഗം സിംഹാസനം എന്നതാണ്. സിംഹം കാട്ടിലെ രാജാവ് ആയതുകൊണ്ട് സിംഹം അതിന്റെ ആസനം വെക്കുന്ന ഇടം എന്നുള്ള അർത്ഥത്തിലാണ് സിംഹാസനം എന്ന വാക്കൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളത്. ഈ അറബിയിലെ ഈ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. അർഷിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ ഇംഗ്ലീഷില് അതിന് ത്രോൺ എന്നാണ് പറയാ. അവിടെയും സിംഹം എന്ന ആശയവും സിംഹത്തിന്റെ ആസനം എന്നതും ഉപവിഷ്ടനാകുക എന്നുള്ളതൊന്നും വന്നോളുന്നില്ല. മലയാളത്തിലെ ഒരു ആശയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് സൂചിപ്പിക്കുന്നത്. അത് ആ വ്യക്തി കൈയാളുന്ന അധികാരത്തെയാണ്. അപ്പോ സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറയുമ്പോ പിന്നീട് തുടർന്ന് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അവന്റെ ഈ സൃഷ്ടിപ്രപഞ്ചം, ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും നിയന്ത്രണം അവന്റെ കൈകളിലായി എന്നാണ്. അവയൊക്കെ നിയന്ത്രിക്കുന്ന സമ്പൂർണമായ അധികാരം കൈയാളുന്നവനായിക്കൊണ്ടാണ് അവനുള്ളത്. ഓരോ സൂക്ഷ്മ ജീവിയും, ഓരോ തന്മാത്രയും, ഓരോ പ്രാപഞ്ചിക പ്രതിഭാസവും അള്ളാഹുവിന്റെ ക്രമീകരണവും നിശ്ചയവും നിർണയവും ഒക്കെ അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവയ്ക്കൊന്നും തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പുറത്തു ചാടി സ്വന്തം ഇഷ്ടം അനുസരിച്ച് അങ്ങ് പൊയ്ക്കളയാൻ സാധിക്കുകയില്ല. അതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ചൊരു അതിർവരമ്പുകളും രേഖകളും ഒക്കെ ഉണ്ട്. അതിനകത്ത് നിലക്കൊള്ളാനേ അവർക്കൊക്കെ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം അവയുടെയൊക്കെ മേലുള്ള അധികാരവും നിയന്ത്രണവും അവന്റെ മുൽക്കീയത്തിൽ, അവന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. സുമ്മസ്തവ അലൽ അർഷ്, പിന്നീട് അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണവും മേൽനോട്ടവും അവന്റെ കരങ്ങളിലായി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഒരു വലിയ ഇരിപ്പിടം ഉണ്ടാക്കിച്ച് അതിനെ സിംഹാസനം എന്ന് പേരിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് എന്ന വിധത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതില്ല. ഇതൊരു പ്രതീകാത്മകമായ ഭാഷയാണ്, സിംബോളിക് ലാംഗ്വേജ് ആണ്. കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യന്റെ ഭാഷയിലുള്ള ഒരു ശൈലിയാണ് സിംബോളിസിസം എന്ന് പറയുന്നത്. പ്രതീകാത്മകമായ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ സിംബോളിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരഭാഷയിലും സിംബോളിക് ആയിട്ടുള്ള പലതും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പോലീസുകാരന്റെ യൂണിഫോം അതൊരു സിമ്പലാണ്. അതേ ശരീരഭാഗങ്ങൾ വേറെന്തെങ്കിലും വസ്ത്രം കൊണ്ട് മറച്ചാൽ നമ്മൾ അയാളെ അധികാരസ്ഥനായിട്ട് കാണാറില്ല. ആളുകളുടെ മേൽ നിയന്ത്രണം നടത്താനുള്ള അധികാരം നൽകപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അയാളെ കാണാറില്ല. പോലീസുകാർക്കിടയിൽ തന്നെ വേർതിരിവുകളുണ്ട്. ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളുടെ ഷോൾഡറിലുള്ള സ്റ്റാറുകളുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കാഴ്ചയിൽ തന്നെ ചില പ്രതീകാത്മകമായ അടയാളപ്പെടുത്തലുകൾ കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വലിപ്പ ചെറുപ്പങ്ങള് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ പ്രതീകാത്മകമായിട്ടുള്ള രീതികളാണ്, ശരീരഭാഷയാണ്,
വസ്ത്രധാരണ രീതികളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മനുഷ്യന്റെ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിലക്കാണ് തുമ്മസ്തവ അലൽ അർശ് എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അർശ് എന്നത് അത് അർശ് ചുമക്കുന്ന മലക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ അതിനെയൊന്നും തള്ളിക്കളയല്ല. അതൊക്കെ തന്നെയും മനുഷ്യന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള പ്രതീകാത്മകമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരിൽ അനുഭവിക്കാൻ സമയമാകുമ്പോൾ, നേരിൽ കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്താണ് ആ പ്രയോഗങ്ങളുടെയൊക്കെ സൂചന എന്നത് വ്യക്തമാവുക. ഭൂമുഖത്ത് മനുഷ്യന്റെ വാസം ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കുക എന്നത് മാത്രമാണ് ഈ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ഭാവനയ്ക്കൊക്കെ അതീതമായ കാര്യങ്ങളാണിത്. റഹ്മാൻ, കാരുണ്യവാനാണവൻ. ഫസ്അൽ ബിഹി ഖബീറ, അവനോട് അവന്റെ കാര്യം അറിവുള്ളവരോട് ചോദിച്ചറിയുക എന്ന് കൂടി അള്ളാഹു കൂടെ പറയുന്നു. ഫസ്അൽ ബിഹി, അവനെ കുറിച്ച് ചോദിക്കുക. ഖബീറ, പറഞ്ഞു തരാൻ കഴിയുന്നവരോട്. അള്ളാഹുവിന്റെ മഹത്വത്തെയും അവന്റെ ഖുദ്റത്തിനെയും അവന്റെ നിസീമമായ അപരിമേയമായ സാധ്യതകളെയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ ഖബീറായിട്ട് നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരാൻ കഴിയുന്നവരോട് നിങ്ങൾ ചോദിക്കുക. പിന്നിട്ട കാലങ്ങളിൽ ഭൂമുഖത്ത് മനുഷ്യർക്കിടയിൽ ദൈവികമായ സന്ദേശം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന പ്രവാചകന്മാരും അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്ന മാലാഖമാരും ഒക്കെ ഈ ഗണത്തില് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേദജ്ഞാനമുള്ള ആളുകൾ, അവർക്കും അള്ളാഹുവിന്റെ മഹത്വത്തെയും ഖുദ്റത്തിനെയും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഫസ്അൽ ബിഹി ഖബീറ, അവനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചറിയുക എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. അറിവിന്റെ സ്രോതസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, സമാവിയാണ്. വേദജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളോട് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അവന്റെ ദാത്തിനെയും സിഫാത്തിനെയും ഒക്കെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ് അർറഹ്മാനു ഫസ്അൽ ബിഹി ഖബീറ എന്നാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, കാരുണ്യവാനായ പ്രപഞ്ചനാഥന് നിങ്ങൾ സാഷ്ടാംഗം നമിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവര് തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വമർ റഹ്മാൻ, എന്താണ് ഈ കാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ? വമർ റഹ്മാൻ, ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ ഈ അർറഹ്മാൻ എന്ന് പറയുന്നത്. ഫറോവയോട് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോ റബ്ബുൽ ആലമീൻ എന്നൊരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് വിവരിച്ചു കൊടുക്കുന്നത്. ഫിറഔൻ തിരിച്ചു ചോദിക്കുന്ന വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാല്? ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ അറിയാം, ഫറോവക്കും അറിയാം, ജാഹിലിയ അറബികൾക്കും അറിയാം അർ-റഹ്മാൻ ആരാണ്, അതുപോലെ റബ്ബുൽ ആലമീൻ ആരാണ് എന്നൊക്കെ. അവരെ കരുതിക്കൂട്ടി അന്ധതയും അജ്ഞതയും നടുക്കിയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാത്തവനായിട്ട് സൃഷ്ടിജാലങ്ങളിൽ യഥാർത്ഥത്തിൽ ആരുമില്ല. അവരൊക്കെയും അനുഭവിച്ചറിയുന്നുണ്ട് ആരാണ് കാരുണ്യവാൻ, ആരാണ് പ്രപഞ്ചങ്ങളുടെ നാഥൻ എന്നത് അവർക്കൊക്കെ അറിയാം. പക്ഷെ കാരുണ്യവാനായ പ്രപഞ്ചനാഥന് നിങ്ങൾ സാഷ്ടാംഗം നമിക്കുക എന്ന് അവരോട് പറഞ്ഞപ്പോ
കാരുണ്യവാനായ റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടപ്പോ അവര് അജ്ഞത നടിച്ചുകൊണ്ട്, ആദ്യം നടിച്ചുകൊണ്ട് അവര് പറയുന്നത് ഉമർ റഹ്മാൻ, എന്താണ് ഈ റഹ്മാൻ എന്ന് വെച്ചാൽ, അനസ്ജുദു ലിമ തഅ്മുറുന, നീ കൽപ്പിക്കുന്നവർക്ക് ഞങ്ങൾ സുജൂദ് ചെയ്യേ. ഇതാണ് അവര് പ്രതികരിച്ചത്. വസാദഹും നുഫൂറ, ഇത് അവരിലെ നന്ദികേടും നിന്ദയും അതുപോലെ ധിക്കാരവും ഒക്കെ അല്ലാതെ വർദ്ധിപ്പിക്കുകയുണ്ടായില്ല എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള സന്നദ്ധതയില്ലായ്ക മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അവർക്ക് അർ-റഹ്മാനിനെ അറിയാം, റബ്ബുൽ ആലമീനെയും അറിയാം. ഒരുപക്ഷെ ഈ പേരുകൾ അവരുടെ സമൂഹത്തിൽ അത്ര വളരെ വ്യാപകമായിട്ട് പ്രയോഗത്തിലുണ്ടാവുകയില്ല എന്നേ ഉള്ളൂ. അറബികൾക്ക് ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് തന്നെ അർ-റഹ്മാൻ എന്ന പ്രയോഗം അവർക്കിടയിലുണ്ട്. അത് അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന പേരാണ് എന്നതും അവർക്കറിയാം. എന്നിട്ടും അവർ ചോദിക്കുന്നത് വമർ റഹ്മാൻ, എന്താണ് ഈ അർ-റഹ്മാൻ എന്ന് വെച്ചാൽ, ഞങ്ങൾക്കത് അറിയില്ലല്ലോ. അറിയാത്തതല്ല എന്നത് വ്യക്തമാണ്. തൊട്ട് ഉടനെയുള്ള വാക്കുകൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അനസ്ജുദു ലിമ തഅ്മുറുന, നീ കൽപ്പിക്കുന്നവരോട്, നീ ആവശ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ സുജൂദ് ചെയ്യേ എന്ന അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും വാക്കുകളാണ് അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ട് സ്വീകരിക്കാനുള്ള സന്നദ്ധത ഇല്ലായ്ക മാത്രമാണ് വമർ റഹ്മാൻ എന്ന അവരുടെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. വസാദഹും നുഫൂറ, അത് അവരില് നുഫൂറാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നുഫൂർ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, വിരോധം, ശത്രുത, പക, ഇതൊക്കെയാണ്. അപ്പൊ അള്ളാഹുവിന്, കാരുണ്യവാനായ റബ്ബിന് കീഴ്പ്പെടുക, അവന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ അതില് അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുകയും വമർ റഹ്മാൻ എന്ന് അന്ധത നടിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്ത ഈ കൂട്ടർ തുടർന്ന് ചോദിക്കുന്നത് അനസ്ജുദു ലിമ തഅ്മുറുന, നീ കൽപ്പിക്കുന്നവർക്ക് സുജൂദ് ചെയ്യുകയാണോ, ഞങ്ങള് എന്താ നീ ഞങ്ങളെപ്പറ്റി കരുതിയത് എന്നൊക്കെയുള്ള നിലക്കാണ് അവരുടെ പ്രതികരണം. ഇത് അഹങ്കാരത്തിന്റെ പ്രകടനമാണ്, ധിക്കാരത്തിന്റെ പ്രകടനമാണ്, വളരെ വ്യക്തമായിട്ടും. ഇതാണ് അവരുടെ നാവുകളിൽ അല്ലെങ്കിൽ വായകളിൽ നിന്ന് ഉതിർന്ന് വരുന്നത്. ഇത് അവരിൽ വെറുപ്പും വിരോധവും പകയുമല്ലാതെ വർദ്ധിപ്പിക്കുകയുണ്ടായില്ല എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വിനയമുള്ളവരായിട്ട് മാറാൻ സത്യവിശ്വാസികൾ എപ്പോഴും സന്നദ്ധരായിരിക്കും. തങ്ങളെ കൂടുതൽ കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റണമേ എന്ന് അവര് അള്ളാഹുവിനോട് തേടുകയും ചെയ്യും. ഖുശൂ ഉള്ളവരും ഖുളൂ ഉള്ളവരുമാക്കിയിട്ട് ഞങ്ങളെ മാറ്റണമേ എന്നവര് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന. സാദനല്ലാഹു ഖുളൂവ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വിധേയത്വവും വണക്കവും വിനയവും വർദ്ധിപ്പിച്ചു തരണമേ. മാ സാദൽ അഅദാഉ നുഫൂറ, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ, വിരോധികളിൽ ശത്രുതയും പകയും വിരോധവും ഒക്കെ വർദ്ധിക്കുന്നത് പോലെ അതിനു പകരം ഞങ്ങളുടെ ഭാഗത്ത് വിനയവും കീഴ്പ്പെടലും വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. അള്ളാഹുവിന് പൂർണ്ണമായിട്ട് അവന്റെ മുന്നില് എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് വിധേയപ്പെട്ട് വിനയം കാണിച്ച് അവന്റെ അടിമത്തം അംഗീകരിക്കുന്നതിന്, അവന് അടിമപ്പെടുന്നതിനുള്ള സന്നദ്ധത കാണിക്കുന്ന ആളുകള് എന്നത് സത്യവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്നവരും അള്ളാഹുവിന് മാത്രം വിധേയപ്പെടുന്നവരും അവനോട് അടിമപ്പെടുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരുമാണ്. സൃഷ്ടിജാലങ്ങളുടെ മുന്നിലോ മനുഷ്യരുടെ കൂട്ടത്തിലെ തലയെടുപ്പ് കാണിക്കുന്നവരുടെ മുന്നിലോ അടിമയാവാനല്ല പറയുന്നത്. പ്രപഞ്ചങ്ങളുടെ നാഥന്റെ അടിമയാവാൻ അവര് സത്യവിശ്വാസികൾ എന്നും സന്നദ്ധതയുള്ളവരായിരിക്കും. എന്നാൽ നിഷേധികള്, ഈ കുഫാറുകള് അതില് അഹങ്കാരം കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. എന്നാൽ അവർ അവരുടെ ശിരസ് അനർഹരായ പലരുടെയും മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരാണ് എന്നതാണ് വസ്തുത.
ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം സമയം ഉണ്ടാവും എന്നറിയില്ല. SK ആണ് ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ അതിലെ ഭാഗികമായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കാം. വിഗ്രഹാരാധന വഴി ഭക്തർക്ക് ഭഗവാനെ നേരിൽ കാണുന്ന അനുഭൂതി ഉണ്ടാവുകയും അലൗകികമായ സമാധാനം മനസ്സിൽ പ്രസരിക്കുകയും ചെയ്യുന്നു. അതാണ് വിഗ്രഹാരാധന നൽകുന്ന ഗുണം. അത് അനുഭവിക്കാത്തവർ വലിയ നഷ്ടത്തിലാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകള്, ഭക്തർക്ക് അത് വലിയ അനുഭൂതി നൽകുന്നു എന്നത്. അങ്ങനെ അജ്ഞതയും അതുപോലെ മൗഢ്യവും ഒക്കെ പലർക്കും വലിയ അനുഭൂതി നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നത് നമുക്ക് ആശ്വാസം പകരും. അന്ധത പലപ്പോഴും തമസ് സുഖപ്രദമാണ് എന്നൊക്കെ പാടിയ കവിവചനം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പക്ഷെ അതൊക്കെ ഒരു ഭംഗിവാക്കാണ്. തമസ്സല്ലോ സുഖപ്രദം എന്ന് പറയുമ്പോ അത് തമസ് സുഖമായിട്ടൊന്നുമല്ല. തൽക്കാലം ഒന്നും കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അത്രമാത്രമാണത്. അതേപോലെ തന്നെയാണ് ഈ അബദ്ധ ദൈവങ്ങളെ വിഗ്രഹങ്ങളുടെ രൂപത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് അനുഭൂതി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. അനുഭൂതിയൊക്കെ ഉണ്ടാവും, അതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ കണ്ണ് തുറക്കേണ്ടി വരുന്ന ഒരു നേരം വരുമല്ലോ. ആ സമയത്ത് അനുഭൂതിയൊക്കെ പമ്പയും പെരിയാറും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഒരു അനുഭൂതിയും ഉണ്ടാവില്ല. കണ്ണ് തുറക്കേണ്ടി വരുമ്പോ നേരം വെളുത്തു പോയാൽ വസ്തുതകളൊക്കെ അറിയാനും കാണാനും കഴിയുമ്പോൾ ഒരിക്കലും തന്നെ ഈ അബദ്ധം പിന്തുടർന്ന ഈ വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല എന്നുള്ളത് ഈ ചോദ്യം ഉന്നയിച്ചവർക്ക് വരെ അറിയാം. പക്ഷെ ദൈവങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ മൂഢനായിട്ട് കഴിയാൻ നിന്നാല് അയാൾക്ക് അതിലൊരു അനുഭൂതിയും ആശ്വാസവും ഒക്കെ ഉണ്ടായിന്ന് വരും. അതാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് പോകാം. പക്ഷെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന്റെ മാർഗം സ്വീകരിക്കണം എന്ന് കരുതുന്നവരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. അതാണ് വിഗ്രഹാരാധന നൽകുന്ന ഗുണം. അത് അനുഭവിക്കാത്തവർ വലിയ നഷ്ടത്തിലാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇവിടെ മറ്റു ദൈവങ്ങളെ പറ്റി പറഞ്ഞതുപോലെ ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത ദൈവമാണ് അള്ളാഹു എന്നാണ് ഇയാൾ പറയുന്നത്. ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്തവനാണ് മറ്റു ദൈവങ്ങളെ പോലെ തന്നെ അള്ളാഹു എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ എന്താണ് ചോദ്യം ഉന്നയിച്ച ആള് ഈ അള്ളാഹു എന്നതുകൊണ്ട് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ ഇപ്പോ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നത്. അള്ളാഹു എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് അറേബ്യയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരായിട്ടാണോ? എങ്കില് നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. മറിച്ച് നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം, മനുഷ്യന്റെ ജീവിത സാഹചര്യം, മനുഷ്യന്റെ ശരീരഘടന, മനുഷ്യന്റെ കാഴ്ച, കേൾവി, ഹൃദയത്തിന്റെ പ്രവർത്തനം, രക്തത്തിന്റെ ചലനം, അതുപോലെ അവന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം, അവന്റെ ദഹന വ്യവസ്ഥ, എന്തെല്ലാം കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും സഹായവുമല്ല ഉപദ്രവവും അല്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരൊറ്റ ദിവസം മലബന്ധം വന്നാല് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ നിങ്ങൾ ആസ്വദിച്ചിരുന്ന വലിയൊരു അനുഗ്രഹം ദൈവത്തിന്റെ സഹായമായിരുന്നു. സമയത്തിന് ഭക്ഷണം കഴിച്ചത് വേസ്റ്റ് പുറത്തേക്ക് തള്ളാനുള്ള സംവിധാനം ശരിക്കും പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെട്ടിരുന്നത് എന്നത്. ഇന്ന് പ്രവർത്തിക്കാണ്ടായത് അള്ളാഹ് ഒരു കൽപ്പന കൊടുത്തു പ്രവർത്തിക്കണ്ട എന്നുള്ള നിലക്ക്. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്നലെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദൈവിക സഹായം എന്നത്. ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അപ്പോ ഇങ്ങനെയുള്ള നിലവിൽ നിങ്ങളും ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആര് ചെയ്തു വെച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ഖുർആൻ അതിനെ വിളിക്കുന്ന പേര് അള്ളാഹ് എന്നാണ്. അത് ചെയ്തവൻ, ആകാശത്തെ ഈ വിധത്തിൽ സംവിധാനിച്ചവൻ, മഴ ഇറക്കി തരുന്നവൻ, അതുപോലെ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെ പ്രവർത്തനക്ഷമമാക്കിയവൻ, നാവില് ഭക്ഷണത്തിന് രുചി അനുഭവിപ്പിക്കുന്നവൻ, കാതില് കേൾവി നമുക്ക് സാധ്യമാക്കി തന്നവൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അവസ്ഥ, ഹൃദയവും മസ്തിഷ്കവും ഒക്കെ പ്രവർത്തനക്ഷമമാക്കിയത്, ഇതൊക്കെ ആരാണോ അവന്റെ അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത്.
അപ്പൊ അവന് ഉപകാരവും ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നിങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? നിങ്ങൾ ഉപകാരവും ഉപദ്രവവും അനുഭവിക്കുന്നുണ്ട്. ആരാണോ അത് ചെയ്തത് അവന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അതാണ് അള്ളാഹു. മനസ്സിലായല്ലോ? അപ്പോ മറ്റു ദൈവങ്ങളെ പോലെ ഇത് ഉപകാരം ചെയ്യാത്തവനും ഉപദ്രവം ചെയ്യാത്തവനും അല്ല അള്ളാഹു. ഉപകാരവുമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവനല്ല. നിങ്ങൾ ഉണ്ടാക്കി കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹം, അല്ലെങ്കിൽ മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള വിഗ്രഹം, അല്ലെങ്കിൽ ലോഹം കൊണ്ട് നിങ്ങൾ ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹം, ഇതല്ല ഈ പ്രപഞ്ചത്തെയും അതിലെ സംവിധാനങ്ങളെയും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയാലോ. കാരണം ആ വിഗ്രഹം ഉണ്ടായ ഒരു സമയമുണ്ട്, അതിന്റെ മുമ്പ് ഈ ലോകമുണ്ട്. ആ വിഗ്രഹം എടുത്ത് വീണ്ടും തീയിലിട്ട് കഴിഞ്ഞാൽ അത് ഉരുകി പോവും, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞു പോവും. അതിനുശേഷവും ലോകം പലതും ഇവിടെ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പൊ അതൊന്നുമല്ല ദൈവം എന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യവും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരാണോ നിങ്ങൾക്ക് ഈ സാധ്യതകളൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത്, അവന് അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും എല്ലാ നല്ല പേരുകളും അവൻ്റെതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, സകല ഗംഭീരമായ ആകർഷകമായ നാമങ്ങളും അവൻ്റെതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അള്ളാഹു ആർക്കെങ്കിലും ഗുണമോ ദോഷമോ വരുത്തുന്നതായി കേട്ടിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നാവില് രുചി അറിയുന്നില്ലേ, വിശപ്പ് അറിയുന്നില്ലേ, നിങ്ങളുടെ രക്തം ശരീരത്തില് എല്ലായിടങ്ങളിലേക്കും സഞ്ചരിച്ച് എത്തുന്നില്ലേ? ഇതൊക്കെ അവന്റെ സഹായമാണ്. മരണശേഷം എന്ത് എന്നതിലുള്ള വ്യക്തത ഇല്ലായ്കയെ ചൂഷണം ചെയ്ത് നരകസ്വർഗ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഭയപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ഇസ്ലാം എന്ന മതത്തിന്റെ ഭാഗമാക്കി നിർത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും തന്നെയല്ലേ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭരണകൂടം ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നത് അത് പാലിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ. അതേപോലെ തന്നെ ഒരു നിയമം അനുസരിക്കുന്നവർക്ക് ശിക്ഷ ഉണ്ടാവില്ല, ഫൈൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശ്വാസവും ഭരണകൂടം നൽകുന്നില്ലേ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ പ്രകൃതാണ്. മനുഷ്യന് റിവാർഡും അതുപോലെ പണിഷ്മെന്റും വലിയ സ്വാധീനം ഉണ്ടാക്കും. ശമ്പളം തരൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ജോലിക്ക് നിർത്തിയാൽ നിങ്ങൾ ജോലി ചെയ്യാൻ സന്നദ്ധാവോ? കുറച്ചു ദിവസമൊക്കെ ചെയ്തെന്ന് വരും, പിന്നെ നിങ്ങളെ മതിയാക്കി പോകും. നിങ്ങൾ സമയത്തിന് ഡ്യൂട്ടിക്ക് ഹാജരായിട്ടില്ലെങ്കിൽ അന്നത്തെ ശമ്പളം കട്ടാക്കും എന്ന് എംപ്ലോയർ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഭീഷണിയല്ലേ. ആ ഭീഷണി നിലനിൽക്കെ തന്നെ ശമ്പളം കിട്ടണം എന്നുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിന് വരാതിരിക്കുമോ? അപ്പോ പ്രലോഭിപ്പിക്കലും ശിക്ഷയെ കുറിച്ച് ഭീഷണി ഉണ്ടാവലും ഒക്കെ തന്നെ, താക്കീത് ഉണ്ടാകലും ഒക്കെ തന്നെ മനുഷ്യന്റെ പ്രകൃതത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടിയാണ്. അത് അള്ളാഹു മാത്രം സ്വീകരിച്ച ഒരു സംഗതിയല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. നിങ്ങളുടെ എന്തെങ്കിലും സംഗതിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഇനി പോകട്ടെ ഭരണഘടനയിലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രലോഭനം അതുപോലെ ശിക്ഷ രണ്ടിനെയും വകവെച്ചുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. കാരണം ഭരണഘടനയുടെ നിയമങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ പെടും. അതനുസരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ശല്യം ഒഴിവാകുകയെങ്കിലും ചെയ്യും, പ്രശ്നങ്ങളിൽ പെടാതിരിക്കുകയെങ്കിലും ചെയ്യും. അപ്പൊ അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഈ റിവാർഡ് അതുപോലെ പണിഷ്മെന്റ്, ഈ രണ്ട് സംഗതികൾ എന്നത് അത് മനുഷ്യപ്രകൃതമായിട്ട് വെച്ചിട്ടുള്ള അള്ളാഹു മനുഷ്യനെ ആ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സംഗതികൾ ധരിപ്പിക്കുന്നു എന്നതേ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത് ഇത് സംബന്ധമായിട്ട്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ എന്നല്ല, ഏതിലേക്ക് ആളെ കൂട്ടാനോ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിലേക്ക് മാത്രമൊന്നുമല്ല. നിങ്ങളെ കമ്മ്യൂണിസം എടുത്തു നോക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആദർശം എടുത്തു നോക്ക്, അതിലേക്കൊക്കെ ആളെ കൂട്ടുന്നത് റിവാർഡും പണിഷ്മെന്റും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാം അള്ളാഹുവിലൂടെ ആഗ്രഹിക്കുന്നത് അറബി സാമ്രാജ്യ താല്പര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരു ആഗോള ജനതയെ സൃഷ്ടിക്കുക എന്നാണ്. ഇയാൾക്ക് ചരിത്രവും അറിയില്ല, മനുഷ്യന്റെ പിന്നിട്ട കാലങ്ങളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഏറ്റവും ദൈർഘ്യമുള്ള ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിന്നിരുന്നത് തുർക്കി ആസ്ഥാനമായിട്ടുള്ള 800 കൊല്ലം നീണ്ടുവന്ന ഖിലാഫത്താണ്.
ആ 800 കൊല്ലം ഖിലാഫത്ത് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തില് അറബി അറിയുന്ന ആളുകളായിരുന്നില്ല അവരൊന്നും. തുർക്കി ആസ്ഥാനമായിട്ട് ടർക്കിഷ് ഭാഷ സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു ഖിലാഫത്തിന്റെ കൈകാര്യകർത്താക്കളായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയില് മുഗൾ ഭരണാധികാരികൾ 1800 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. അവരൊന്നും അറബി സംസാരിക്കുന്നവരായിരുന്നില്ല. അറബി കേന്ദ്രീകൃതമായ ഒരു ലോകക്രമം ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്നും സാധ്യമാവുമായിരുന്നില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ അബദ്ധ വിശ്വാസങ്ങളാണ്. ഭരണകൂടത്തിനെതിരായി നിൽക്കാൻ ഇസ്ലാം അനുവദിക്കുമോ എന്നാണ്. ഭരണകൂടം അക്രമം ചെയ്യുമ്പോൾ ഇസ്ലാം ഭരണകൂടത്തെ അനുകൂലിക്കാൻ വേണ്ടിയല്ല പറയുക. ഏറ്റവും ഉന്നതമായ ജിഹാദ് എന്ന് പറയുന്നത് ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയലാണ് എന്ന് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. അവിടെ ഹിജാബ് വിഷയത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം നാടുകളിലായിരിക്കണം ഹിജാബ് വിഷയത്തില് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത്. നന്മ സ്ഥാപിതമായി ഒരു സാമൂഹ്യ ക്രമം വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ മുസ്ലിം ലോകം എന്നല്ല ഒരു വ്യവസ്ഥയിലും അനുവാദം ഉണ്ടാവില്ല. നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നിലകൊള്ളാൻ രാജ്യത്തെ പൗരന്മാരെ അനുവദിക്കാറുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പറയാത്തത് എന്താ? ഇവിടെ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ജീവിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല, അതിന് വ്യക്തി സ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ല എന്നുള്ളത്. എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ടി വരുമ്പോ സംഭവിക്കുന്നത്. ഇതൊക്കെ വളരെ ഫൂളിഷായ കാര്യങ്ങളാണ്. നിങ്ങൾ ചോദിക്കേണ്ടത് ഇതല്ല, ഹിജാബ് ആണോ ശരി അല്ലെങ്കിൽ ഹിജാബ് ആണോ നല്ലത്, ഹിജാബ് ഇല്ലാത്തതാണോ നല്ലത് എന്നതാണ്. അത് ചോദിച്ചിട്ട് തീരുമാനിക്കുക നിങ്ങൾ ഹിജാബ് നല്ലതാണോ അല്ല ഹിജാബ് ദോഷകരമാണോ എന്നത്. എന്നിട്ട് ഈ ചോദ്യത്തിലേക്ക് വരാം. മതത്തിനെതിരെ ചിന്തിക്കലും സാധ്യമല്ല. അവിടെ അറബ് മുസ്ലിം നാടുകളിൽ മതത്തിനെതിരെ ചിന്തിക്കലും സാധ്യമല്ല എന്നുള്ള. എന്താണ് ചിന്ത കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചത്? തലക്കകത്ത് മസ്തിഷ്കത്തിലോ മറ്റോ മനസ്സിലോ ഒക്കെ നടക്കുന്ന ഒരു സംഗതിയാണ് ചിന്ത. ആരെങ്കിലൊക്കെ ചിന്തിക്കുക എന്നുള്ളത് നടക്കാതിരിക്കും. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ആവശ്യമുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമികേതര ഭരണകൂടങ്ങൾക്കെതിരെ മാത്രമാണ് എന്നാണ്. പ്രയോഗത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ നീതിയും നന്മയൊക്കെ ആയതുകൊണ്ട് ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ഭരണകർത്താക്കളായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ഈ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മാനിച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നതെങ്കിൽ ചെറിയ ചെറിയ അപാകതകളുടെ പേരിൽ അവർക്കെതിരിൽ ആരും പ്രക്ഷോഭം ഉണ്ടാക്കില്ല. അങ്ങനെ ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർ വലിയ അക്രമികളായി മാറുകയാണെങ്കിൽ അക്രമികളും ധിക്കാരികളുമായ ഭരണാധികാരികളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി രംഗത്ത് വരുന്നതാണ് ഏറ്റവും ഉന്നതമായ ജിഹാദ് എന്ന് ഈ ദീന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികം, മനുഷ്യന്റേതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് വാളെടുത്തും തോക്കെടുത്തും രംഗത്ത് വന്ന് ഭരണാധികാരിയെ വെല്ലുവിളിക്കുകയല്ല ഇസ്ലാമിക സമൂഹം ചെയ്യുന്നത്. മറിച്ച് ജനദ്രോഹികളായിട്ട് മാറുന്ന ഘട്ടത്തില് അവർക്കെതിരിൽ രംഗത്ത് വരല്, അവരെ അധികാരത്തിൽ നിന്ന് നീക്കുക എന്നത് ഇസ്ലാമിന്റെ തന്നെ ഒരു താല്പര്യമായിട്ട് അത് വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രയോഗത്തിൽ പലപ്പോഴും അതിനും വിശ്വാസികൾ ഒരുപാട് ഡിലേ വരുത്തുന്നൊക്കെ ഉണ്ടാവും. അതിൽ ചില പ്രായോഗികതയൊക്കെ നോക്കിയിട്ടാവും, അല്ലെങ്കിൽ അതിന് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രതിബദ്ധത ഇല്ലായ്മയൊക്കെ കാരണമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. കാരണം ഞാനും നിങ്ങളും ഈ ചോദ്യം ഉന്നയിച്ചവരും അവരും ഒക്കെ തന്നെ മനുഷ്യരാണ് എന്ന കാര്യമാണ് നമുക്കതിന് ഒരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിനുള്ള ഉത്തരമായിട്ട് കാണാൻ സാധിക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.